ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തെന്നെ ഒന്ന് അറിയിക്കുക. നമ്മൾ സാധാരണ മലയാളത്തിൽ ഒരു സെൻറ്റൻസ് പറയുന്നതും അതേ സെൻറ്റൻസ് തന്നെ ഇംഗ്ലീഷിൽ പറയുമ്പോഴും ആ ഒരു ഓർഡറിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഞാനൊരു സെൻറ്റൻസ് പറയാം. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് ഞാൻ കാപ്പി കുടിക്കാറുണ്ട്. ഈ സെൻറ്റൻസിൽ ഇതിൻ്റെ ഒരു ഓർഡർ എങ്ങനെയാണ്? ആദ്യം പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അത് പറയുക. ഇവിടെ ഞാൻ കാപ്പി കുടിക്കാറുണ്ട്, ഞാനാണ് പ്രവൃത്തി ചെയ്യുന്നത്, അതാദ്യം പറഞ്ഞു. അതാണ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. അതിനെ മലയാളത്തിൽ നമ്മൾ കർത്താവ് എന്ന് പറയും. രണ്ടാമത് പറഞ്ഞത് എന്താണ്? കാപ്പി. അതായത് എന്താണ് കുടിക്കുന്നത്? കാപ്പി. സോ അതാണ് ഈ സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റ്. മലയാളത്തിൽ അതിനെ കർമ്മം എന്ന് പറയും. ഏറ്റവും അവസാനമാണ് എന്ത് പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് പറഞ്ഞത്. ഇവിടെ കുടിക്കാറുണ്ട്. സോ അതാണ് ഇവിടുത്തെ വെർബ്. മലയാളത്തിൽ അതിനെ ക്രിയ എന്ന് പറയും. സോ മലയാളത്തിൽ ഒരു സെൻറ്റൻസിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ്, പിന്നെ വെർബ്. ഇതേ സെൻറ്റൻസ് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ ഡ്രിങ്ക് കോഫി എന്ന് പറഞ്ഞാൽ ഞാൻ കാപ്പി കുടിക്കാറുണ്ട് എന്നാണ് മീനിങ്. ഐ ഡ്രിങ്ക് കോഫി. ഇംഗ്ലീഷിൽ വേർഡ്സിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ആദ്യം ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അത് പറയുക. ഇവിടെ ഞാനാണ് കാപ്പി കുടിക്കുന്നത് അല്ലേ? അപ്പം ഞാൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഐ ആണ്. പിന്നെ പറയേണ്ടത് എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നാണ്. ഇവിടെ കുടിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഡ്രിങ്ക് ആണ്. അപ്പം ഐ ഡ്രിങ്ക്. പിന്നീടാണ് എന്താണ് കുടിക്കുന്നത് എന്ന് പറയുന്നത്. ഐ ഡ്രിങ്ക് കോഫി. മനസ്സിലായല്ലോ? അപ്പം ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പം ആദ്യം സബ്ജക്റ്റ്, പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഇതെപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത സെൻറ്റൻസ്, അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. സോ നമുക്കറിയാം ആദ്യം സബ്ജക്റ്റ് വരും. സബ്ജക്റ്റ് എന്താണ്? അവൾക്ക് എന്ന് പറയാൻ ഷീ. രണ്ടാമത് പറയേണ്ടത് ക്രിയ. ഇവിടെ ഉള്ള ക്രിയ ഏതാണ്? ഇഷ്ടം എന്നുള്ള ക്രിയ. അത് പറയാൻ ലൈക്ക് എന്ന് പറയും. അപ്പം ഷീ ലൈക്സ് എന്ന് വരും. ഇവിടെ എന്തുകൊണ്ടാണ് ലൈക്സ് വന്നത്? ഷീ എന്ന് പറഞ്ഞാൽ അവൾ, സിംഗുലർ ആണ്. അതുകൊണ്ട് കൂട്ടത്തിൽ വരുന്ന വേർബും സിംഗുലർ ആയിരിക്കണം. ഏതൊരു വേർബിനെയും സിംഗുലർ ആക്കാൻ ബേസ് ഫോം ഓഫ് ദ വേർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർക്കുക. ബേസ് ഫോം ഓഫ് ദ വേർബ് എന്ന് പറയുന്നത് ലൈക്ക് ആണ്. അതിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ ലൈക്സ് എന്ന് വരും. ഷീ ലൈക്സ്. പിന്നെ എന്താണ് ഇഷ്ടം? ഐസ്ക്രീം. അതാണ് ഒബ്ജക്റ്റ്. ഷീ ലൈക്സ് ഐസ്ക്രീം. അടുത്തത്, എന്നും രാവിലെ ഞങ്ങൾ ടെന്നീസ് കളിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്നും രാവിലെ ഞങ്ങൾ ടെന്നീസ് കളിക്കും. ഇതെങ്ങനെ പറയും? ഏറ്റവും ആദ്യം സബ്ജക്റ്റ് വരും. ഞങ്ങൾ എന്നുള്ളതാണ് വി. അടുത്തത് ക്രിയയാണ്. ഇവിടുത്തെ ക്രിയ ഏതാണ്? കളിക്കുക എന്നുള്ളത്. അതിൻ്റെ ഇംഗ്ലീഷ് പ്ലേ. അപ്പം വി പ്ലേ എന്ന് വരും. ഇവിടെ വേർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അത് പ്ലൂറലാണ്. അതുകൊണ്ട് പ്ലേ എന്ന് മാത്രം മതി. പിന്നെ അടുത്തത് ഏതാണ്? ഒബ്ജക്റ്റ്. എന്താണ് കളിക്കുന്നത്? ടെന്നീസ്. സോ വി പ്ലേ ടെന്നീസ്. ഇനിയും ഇതിനെ റിലേറ്റ് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ഇവിടെ എന്നും രാവിലെ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. സോ എവ്രി മോർണിംഗ്. വി പ്ലേ ടെന്നീസ് എവ്രി മോർണിംഗ്. എവ്രി മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്നും രാവിലെ എന്നാണ് അർത്ഥം. അടുത്തത്, രാഹുൽ ദിവസവും 2 നേരം പല്ല് തേക്കും. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? രാഹുൽ. അടുത്തത് എന്താണ്? വേർബ്. ഇവിടുത്തെ വേർബ് എന്താണ്? പല്ല് തേക്കുക. അപ്പം രാഹുൽ അവൻ്റെ പല്ല് തേക്കും എന്നാണ് പറയേണ്ടത്. ബ്രഷ് ഹിസ് ടീത്ത് എന്ന് വരും. ഇനി നമ്മൾ നോക്കേണ്ടത്, രാഹുൽ സിംഗുലർ ആണ്. അതുകൊണ്ട് കൂട്ടത്തിൽ വരുന്ന വേർബും സിംഗുലർ ആകണം. നമുക്കറിയാം വേർബിനെ സിംഗുലർ ആക്കാൻ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണം. ഇവിടെ ബ്രഷ് എന്നുള്ളതായതുകൊണ്ട് അവിടെ സിംഗുലർ ആക്കാൻ ഇഎസ് ആണ് ആഡ് ചെയ്യേണ്ടത്. സോ രാഹുൽ ബ്രഷസ് ഹിസ് ടീത്ത് എന്ന് വരും. ഇനി ദിവസവും 2 നേരം എന്നാണ് പറഞ്ഞേക്കുന്നത്. ട്വൈസ് എ ഡേ. ട്വൈസ് എ ഡേ എന്ന് പറഞ്ഞാൽ ദിവസവും 2 നേരം എന്നാണ്. അപ്പം രാഹുൽ ബ്രഷസ് ഹിസ് ടീത്ത് ട്വൈസ് എ ഡേ. അതായത് ദിവസത്തിൽ 2 തവണ രാഹുൽ പല്ല് തേക്കും. ഇനി ചില സെൻറ്റൻസുകളിൽ പ്രത്യേകിച്ച് ക്രിയകളൊന്നും കാണത്തില്ല. ഉദാഹരണത്തിന്, അവൾ സന്തോഷവതിയാണ്. ഇവിടെ പ്രത്യേകിച്ച് ക്രിയകളൊന്നുമില്ല. പക്ഷേ ആണ് എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണല്ലേ. ആണ് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഈസ്
ആം ആറാണ്. ഇതിനെയാണ് നമ്മൾ ഓക്സിലറി വേർബ്സ് അല്ലെങ്കിൽ സഹായക ക്രിയകൾ എന്ന് പറയുന്നത്. സോ ഇവിടെ അവൾ സന്തോഷവതിയാണ് എന്നാണ് പറയേണ്ടത്. സോ ആദ്യം സബ്ജക്റ്റ് വരും, അവൾ എന്നായതുകൊണ്ട് ഷീ. പിന്നെ ഷീ സിംഗുലർ ആയതുകൊണ്ട് കൂടെ വരുന്ന ഓക്സിലറി വെർബും സിംഗുലർ ആയിരിക്കണം. അത് ഈസ് ആണ്. ഷീ ഈസ്. ഇനി സന്തോഷവതിയാണ് എന്നെങ്ങനെ പറയും? ഹാപ്പി. ഷീ ഈസ് ഹാപ്പി എന്ന് പറഞ്ഞാൽ അവൾ സന്തോഷവതിയാണ് എന്നാണ് മീനിങ്. അടുത്തത് ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന് പറയണം. ഇവിടെ ഞങ്ങൾ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. സോ വി എന്ന് വരും. ഇവിടെ സുഹൃത്തുക്കളാണ് എന്നാണ് പറയേണ്ടത്. ഇവിടെയും ആണ് എന്നാണ് പറയേണ്ടത്. സോ ഈസ് ആം ആർ വരും. ഇനി വി പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ വരുന്ന ഓക്സിലറി വെർബും പ്ലൂറൽ ആയിരിക്കണം. സോ ആറ് വരും. വി ആർ. ഇനി സുഹൃത്തുക്കൾ എന്ന് പറയാൻ ഫ്രണ്ട്സ്. വി ആർ ഫ്രണ്ട്സ്. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അടുത്തത് ഞാൻ തിരക്കിലാണ്. സോ ആദ്യം സബ്ജക്റ്റ് ഐ വരും. എപ്പോഴൊക്കെ ഐ സബ്ജക്റ്റായിട്ട് വരുന്നോ ആണ് എന്ന് പറയാൻ വേണ്ടി ആം യൂസ് ചെയ്യണം. ഐ ആം. തിരക്കിലാണ് എന്ന് പറയാൻ ബിസി. ഐ ആം ബിസി. ഞാൻ തിരക്കിലാണ്. അടുത്തത് കുട്ടികൾ വീട്ടിലാണ് അല്ലെങ്കിൽ കുട്ടികൾ വീട്ടിലുണ്ട്. ഇവിടെ നമുക്ക് കുട്ടി എന്നാണ് പറയേണ്ടതെങ്കിൽ ചൈൽഡ് എന്ന് പറയും. പക്ഷെ കുട്ടികൾ എന്ന് പറയാൻ ചിൽഡ്രൻ എന്നാണ് പറയേണ്ടത്. ചിൽഡ്രൻസ് എന്ന് പറയത്തില്ല കേട്ടോ. അപ്പം കുട്ടികൾ എന്ന് പറയാൻ ദ ചിൽഡ്രൻ. ഇനി വീട്ടിലാണ്. ഇവിടെയും ആണ് എന്നാണ് നമുക്ക് പറയേണ്ടത് അല്ലേ. അപ്പം ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണെന്ന് നമുക്കറിയാം. സോ ആർ യൂസ് ചെയ്യണം. ദ ചിൽഡ്രൻ ആർ. ഇനി വീട്ടിലുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അറ്റ് ഹോം. ദ ചിൽഡ്രൻ ആർ അറ്റ് ഹോം. അടുത്തത് അവർക്ക് ഒരു വലിയ വീടുണ്ട്. സോ ആദ്യം സബ്ജക്റ്റ് അവർക്ക് എന്ന് പറയാൻ ദേ. ഇനി അടുത്തത് ക്രിയയാണ്. ഇവിടെ പ്രത്യേകിച്ച് ക്രിയകളൊന്നുമില്ല. പക്ഷേ ഇവിടെയും അവർക്ക് ഇന്നതുണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഉണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. ഇനി ഇവിടെ അവർക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അവർക്ക് എന്ന് പറയുന്നത് ബഹുവചനമാണ്, പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ കൂടെ വരുന്ന ഓക്സിലറി വെർബും പ്ലൂറൽ ആയിരിക്കണം. സോ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ദേ ഹാവ്. അടുത്തത് ഒബ്ജക്റ്റ് ആണ് വരേണ്ടത്. ഇവിടെ ഒരു വലിയ വീട് എന്നാണ് പറഞ്ഞേക്കുന്നത്. എ ബിഗ് ഹൗസ്. ദേ ഹാവ് എ ബിഗ് ഹൗസ്. ഇനി അവന് 2 സഹോദരങ്ങളുണ്ട് എന്ന് പറയണമെങ്കിലോ അവന് എന്ന് പറയാൻ ഹി. ഉണ്ട് എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു ഹാസോ ഹാവോ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ ഹി സിംഗുലർ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ വരുന്ന ഓക്സിലറി വെർബും സിംഗുലർ ആയിരിക്കണം. അവിടെ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹി ഹാസ് 2 സഹോദരങ്ങൾ. 2 സിബ്ലിങ്സ്. ഹി ഹാസ് 2 സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ. സോ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഓക്സിലറി വേർബ്സ് ഹാസും ഹാവുമാണ്. പ്ലൂറൽ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യും, സിംഗുലർ ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യും. സോ ഇത്രയും നേരവും നമ്മൾ പറഞ്ഞത് പ്രസൻറ്റ് ടെൻസ് ആണല്ലേ, അതായത് വർത്തമാനകാലം. ഇനി കഴിഞ്ഞു പോയ ഒരു കാര്യം പറയണം എന്ന് വെച്ചു. ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സിനിമ കണ്ടു. അപ്പം ഇവിടെയും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പം സബ്ജക്റ്റ് എന്താണ്? ഞാൻ, ഐ. ഇനി കണ്ടു എന്നാണ് പറയേണ്ടത് അല്ലേ. കാണുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ വാച്ച് എന്ന് പറയും. അപ്പം കണ്ടു എന്ന് പറയാൻ അതിൻ്റെ കൂടെ ഇ ഡി കൂടി ചേർക്കുക. വാച്ച്ഡ്. ഐ വാച്ച്ഡ്. എന്താണ് കണ്ടത്? ഒരു സിനിമ, എ മൂവി. എന്നാണ് കണ്ടത്? ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞയാഴ്ച. ഐ വാച്ച്ഡ് എ മൂവി ലാസ്റ്റ് വീക്ക്. ഇവിടെയും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്, പിന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ലാസ്റ്റ് പറയും. ഐ വാച്ച്ഡ് എ മൂവി ലാസ്റ്റ് വീക്ക്. അടുത്തത് കഴിഞ്ഞ മാസം ഞങ്ങൾ രസകരമായ ഒരു പുസ്തകം വായിച്ചു. സോ ആദ്യം സബ്ജക്റ്റ് ഞങ്ങൾ എന്ന് പറയാൻ വി. പിന്നെന്താണ്? വായിക്കുക എന്ന് പറയാൻ നമുക്കറിയാം ഇംഗ്ലീഷിൽ റീഡ് എന്നാണ് പറയുന്നത് അല്ലേ. സോ വായിച്ചു എന്ന് പറയാൻ
അതിൻ്റെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. റീഡിൻ്റെ പാസ്റ്റ് ടെൻസ് റെഡ് ആണ്. സ്പെല്ലിങ് സെയിം ആണ്, പക്ഷേ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമാണ്. സോ റെഡ് എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം വി റെഡ്, പിന്നെന്താണ്, ഒബ്ജക്റ്റ് വരും. എന്താണ് വായിച്ചത്? രസകരമായ ഒരു പുസ്തകം. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഇൻട്രസ്റ്റിംഗ് ബുക്ക് എന്ന് പറഞ്ഞാൽ രസകരമായ പുസ്തകം എന്നാണ്. വി റെഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ബുക്ക്. എപ്പോഴാണ് വായിച്ചത്? കഴിഞ്ഞ മാസം, ലാസ്റ്റ് മന്ത്. വി റെഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ബുക്ക് ലാസ്റ്റ് മന്ത്. അടുത്തത് നമ്മൾ ആണ് എന്ന് പറയാൻ ഈസ്, ആം, ആർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. ഇനി ആയിരുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? അതിന് യൂസ് ചെയ്യുന്നത് വാസും വേറുമാണ്. ഇനി അടുത്തത് അവർ നല്ല ആളുകൾ ആയിരുന്നു. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഇവിടെ സബ്ജക്റ്റ് അവർ ആണ്, ദേ. ഇനി ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വെർബ് ക്രിയയൊന്നുമില്ല, പക്ഷെ ആയിരുന്നു എന്ന് പറയണം. അപ്പം നമുക്കറിയാം ആയിരുന്നു എന്ന് പറയാൻ വാസ് അല്ലെങ്കിൽ വേർ ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ദേ പ്ലൂറൽ ആയതുകൊണ്ട് വേർ ആണ് യൂസ് ചെയ്യേണ്ടത്. ദേ വേർ. നല്ല ആളുകൾ എന്ന് പറയാൻ ഗുഡ് പീപ്പിൾ. ദേ വേർ ഗുഡ് പീപ്പിൾ. നമ്മൾ നേരത്തെ ചൈൽഡും ചിൽഡ്രനും പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരൊറ്റ ഒരാളെ ഉള്ളെങ്കിൽ പേഴ്സൺ എന്നാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകളുള്ളപ്പോൾ അവിടെ പീപ്പിൾ എന്നാണ് പറയേണ്ടത്, പീപ്പിൾസ് എന്ന് പറയത്തില്ല. അടുത്തത് അവൾ ക്ഷീണിതയായിരുന്നു. നമുക്കറിയാം സബ്ജക്റ്റ് അവൾ, ഷീ. ക്ഷീണിത ആയിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ വാസ് അല്ലെങ്കിൽ വേർ ആണ്. ഇവിടെ അവൾ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ഓക്സിലറി വെർബും സിംഗുലർ ആയിരിക്കണം. സോ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ വാസ്. ക്ഷീണിതയായിരുന്നു എന്ന് പറയാൻ ടയേർഡ്. ഷീ വാസ് ടയേർഡ്. അടുത്തത് വൈകുന്നേരം ഞാൻ നിങ്ങളെ കാണും. ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അല്ലേ. നമുക്കറിയാം ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യം പറയാൻ വിൽ യൂസ് ചെയ്യും. സോ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ മാറ്റമൊന്നുമില്ല. ഞാൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഐ. ഇത് ഫ്യൂച്ചർ ടെൻസ് ആണല്ലേ. നമുക്കറിയാം ഫ്യൂച്ചർ ടെൻസിൽ വില്ല് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? നിങ്ങളെ കാണും. കാണും എന്ന് പറയാൻ വിൽ മീറ്റ്. ഐ വിൽ മീറ്റ്. ആരെയാണ് കാണുന്നത്? നിങ്ങളെ, യു. എപ്പോഴാണ്? വൈകിട്ട്, ഇൻ ദി ഈവനിങ്. ഇൻ ദി ഈവനിങ്. ഐ വിൽ മീറ്റ് യു ഇൻ ദി ഈവനിങ്. സോ ഞാൻ നിങ്ങളെ വൈകിട്ട് കാണും എന്ന് പറയാൻ ഐ വിൽ മീറ്റ് യു ഇൻ ദി ഈവനിങ്. അടുത്തത് അവർ തിരക്കിലായിരിക്കും. ആയിരിക്കും എന്ന് പറയണമെങ്കിൽ വിൽ ബി ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ വിൽ ബി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അവർ എന്ന് പറയാൻ ദേ. ദേ വിൽ ബി. തിരക്കിലായിരിക്കും എന്ന് പറയാൻ ബിസി. ദേ വിൽ ബി ബിസി. അടുത്തത് ഇന്നത്തെ ലാസ്റ്റ് സെൻറ്റൻസ്. അവൾ സങ്കടത്തിലാകും അല്ലെങ്കിൽ സങ്കടത്തിലായിരിക്കും. സോ ഇവിടെയും ആദ്യം സബ്ജക്റ്റ് അവൾ, ഷീ. ആയിരിക്കും എന്ന് പറയാൻ വിൽ ബി. സങ്കടം, സാഡ്. ഷീ വിൽ ബി സാഡ്. അവൾ സങ്കടത്തിലാകും എന്നാണ് മീനിങ്. സോ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് എങ്ങനെ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കിയത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.